നമ്മൾ കുളത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന മീൻ ഇതാ കിടക്കുന്ന ഇവിടെ. നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് ഇന്നത്തെ പരിപാടി. കാങ് പറഞ്ഞത് എൻ്റെ അടുത്ത് ആ വലിയ മീൻ എടുത്തിട്ട് ഇന്ത്യൻ സ്റ്റൈലിൽ ഫ്രൈ ചെയ്തോളാനാണ്. ตัวนี้ไม่มีไข่ตัวนี้ตัวผู้ไข่เต็มท้องเลยโอ้ตัวนั้นไข่เต็มท้องเลยนั่นน่ะตัวที่ตัวเล็กตัวนี้ตัวผู้ ഇവിടെ ഇവർ മീൻ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല. വാലും തലയും അത് മീനിൻ്റെ മൊത്തം രൂപം അങ്ങനെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ചെതമ്പലും അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കളയും. പക്ഷേ മീനിൻ്റെ ആ രൂപഭാവത്തിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്. มันย่องเลยเพนเฮ้ยมีอะไรเนี่ยดีมันดูสินะเดี๋ยวปัดเลย അപ്പോൾ രണ്ടും നമുക്ക് കാണാം. ഇപ്പോൾ ഉപ്പിട്ടിട്ട് അതിനൊന്ന് നന്നായിട്ട് തേച്ച് കഴുകുകയാണ്. നന്നായി ഉപ്പ് തേച്ച് കഴുകിയിട്ട് പിന്നെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും പിന്നെ നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം. അത് കുഴപ്പമില്ല. കുറച്ച് പാവൊക്കെ ഉണ്ടായിരുന്നു, അതവിടെ കാങ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളെല്ലാം പോകും കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ കയ്പ് നന്നായിട്ടുണ്ടാവും, കുറച്ച് കയ്പുണ്ടാവും. നമ്മുടെ ഒരു അയൽവാസി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവന് പഴംപൊരിയും കൊക്കക്കോലയൊക്കെ കൊടുക്കാണ്. നോങ് ഇവനെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഇവിടുത്തെ ഒരു നല്ല ഫ്രണ്ട്. അത് നമുക്ക് കാണാം. നല്ല ബീഫിൻ്റെ ഫാറ്റാണത്. ഫാറ്റും ഉണ്ട് മീറ്റും ഉണ്ട്. Noong, what are you going to do with this beef? Sesame? നമ്മുടേതൊരു കുക്കിംഗ് ചാനലൊന്നും അല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഒരു രസമല്ലേ. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോ പ്രതീക്ഷിക്കാത്ത അത്രയും ആൾക്കാർ കണ്ടവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ കാങ് എന്തൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ട എന്തൊക്കെയോ കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽവാസി കാങ്ങിൻ്റെ അടുത്ത് ഇന്ത്യൻ ഫുഡിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ നോങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, നോങ്ങും മീനും ഒക്കെ എന്തായി എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. 3 മീനിനെ ഞാൻ അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. അതവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരു മസാലയും ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം വയ്ക്കുക. അതിനുശേഷം അതങ്ങനെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു. ഇത് ചെറുനാരങ്ങ, വെള്ളുള്ളി, പിന്നെ കാന്താരി മുളകും ഒക്കെയുള്ള ഒരു സോസാണ്. കാങ്ങിന് പിന്നെ ഫുഡ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അത് കണ്ടില്ലേ, വാട്ടർ മെലണൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരത് കഴിക്കും, അവർ കഴിക്കട്ടെ. 3 മീനിനെ അവർക്ക് കൊടുത്തിട്ട് 1 മീൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വലിയൊരു മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ തന്നെ കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ പുരക്കി നന്നായി കഴുകി വൃത്തിയാക്കി വാഴയിലയിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ശരിക്കും മീൻ കഴിക്കേണ്ടത് ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോൾ അവർ ഫ്രൈ ചെയ്യുന്നത് പോലെ, അതായത് മസാലയൊന്നും തേച്ച് പിടിപ്പിക്കാണ്ട് ജസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മീനിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സത്യത്തിൽ ഞാൻ ഈ മീൻ കുഞ്ഞുങ്ങളെ അന്ന് വാങ്ങിയിട്ട് ഈ കുളത്തിലേക്ക് ഇടുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇത്രയും വലിയ മീനായി വരുമെന്നും ഇതിനെ ഞാനിങ്ങനെ എനിക്ക് ഫ്രൈ ചെയ്താൽ കഴിക്കാൻ പറ്റുമെന്നൊക്കെ. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വാങ്ങിയിട്ടതായിരുന്നു. അതും കൂടുതലൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് ഒരു 300 ബാത്തിന് അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ളൂ അന്ന്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഒരു തമാശയ്ക്ക് വാങ്ങിയിട്ടതായിരുന്നു. എന്തായാലും അത് കാര്യത്തിലായി. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്
കുറച്ച് വെളിച്ചെണ്ണയിൽ അതിനെ മയനേറ്റ് ചെയ്ത് കുറച്ച് സമയം വയ്ക്കാം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഇനി അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇവിടുന്ന് മീൻ ഇതേപോലെ പിടിച്ചിട്ട് നമുക്കിതേപോലെ ഫ്രൈ ആക്കിയിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാം. അതൊരു വേറെ തന്നെ പ്രത്യേക സുഖം തന്നെയല്ലേ അല്ലേ? ഒരു മഴയും കൂടെ പെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മഴ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, പക്ഷേ എപ്പോൾ വരുമെന്ന് അറിയില്ല. ഇടയ്ക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം പലർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല, അറിയാമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ബിസിയായി പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ ഒക്കെ വരാൻ ലേറ്റ് ആവുന്നത്. ഇതിലൊക്കെ മസാല ഇങ്ങനെ വാരി വെതറി കൊടുക്കണം. അല്ലേ വേണ്ട, വാരി വെതറണ്ട അല്ലേ? വാരി വെതറുന്ന അദ്ദേഹം തന്നെ വാരി വെതറിക്കോട്ടെ അല്ലേ? നമുക്കിങ്ങനെ ചെറുതായി ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇവിടെ ഉണ്ടല്ലോ സ്പൈസസിനൊക്കെ നല്ല വിലയുണ്ട്. ഇടയ്ക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർ സ്പൈസസൊക്കെ കൊണ്ടുവന്ന് തരും. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ വാങ്ങുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ മീനിൻ്റെ പേരൊന്ന് അറിയാവുന്നവരൊന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ എനിക്ക് ഈ മീനിൻ്റെ പേരറിയില്ലായിരുന്നു. തിലാപ്പിയ എന്നുള്ള പേരെനിക്കറിയാം, പക്ഷേ ഈ മീനിൻ്റെ പേരായിരുന്നു തിലാപ്പിയ എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് പേര് എനിക്ക് തിലാപ്പിയ എന്നും സിലോപ്പിയ എന്നും പലരും പല ഭാഗങ്ങളിലും പല പേരാണ് ഈ മീനിന് പറയുന്നത്. എന്തായാലും എനിക്ക് കമൻസ് അയച്ചിരുന്നു. അവർക്കൊക്കെ വളരെയധികം നന്ദി പറയുകയാണ്. അത് വെളിച്ചെണ്ണയാണ്. ഇവിടെ തണുപ്പ് കാലാവസ്ഥയാണല്ലോ, അതുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ കട്ടിയായി കിടക്കുകയാണ്. എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സുകൾ ചോദിച്ചിരുന്നു വാട്സപ്പിലൊക്കെ, എന്ത് പറ്റി, എന്തായി ഒരു ഐലൻഡിൽ ഒരു റിസോർട്ട് വാങ്ങാൻ പോയത്, അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ പനിയായിട്ട് കിടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എല്ലാവരും. അപ്പോൾ പലരും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, എന്താണ് അത് സംഭവിച്ചത്, എന്തായത് എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഈ മീനിനെ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല. കാരണം ഞാൻ അവരുടെ കൂടെ അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. എന്നെ വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഫുഡ് കഴിക്കാം. എന്നിട്ട് ഞാൻ ഇത് രാത്രി ഫ്രൈ ചെയ്തിട്ട് കഴിക്കും. ഇത് ജസ്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.